So, hi students, നമ്മൾ പഠിക്കാൻ വന്നത് ചാപ്റ്റർ 1 പൊളിറ്റിക്സ് ക്ലാസ് ആൻഡ് CBSE പവർ ഷെയറിംഗ് ആണ്. ഏറ്റവും ഈസിയസ്റ്റ് ചാപ്റ്റർ ആണ്. കുറച്ച് പഠിക്കാനുള്ളൂ. ആകെ 2 കൺട്രീസിനെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ ആകെ പഠിക്കാനുള്ളൂ. ഈ ചാപ്റ്റർ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാൻ പോണത്, എങ്ങനെ അതിന് ആൻസർ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ആൻസർ എഴുതേണ്ടത് എന്നെല്ലാം നമ്മൾ നോക്കാൻ പോവാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൈസെൽഫ് അമാലൻ സഗോ ഓഫ് ക്ലാസ് 12. നമ്മൾ തുടങ്ങുന്നത് പവർ ഷെയറിംഗ് ചാപ്റ്റർ ആണ്. പവർ ഷെയർ എന്ന് വെച്ചാൽ എന്താ? പവർ ഷെയർ ചെയ്യുന്നത് തന്നെയാണ് പവർ ഷെയറിംഗ്. സോ ഇതിലാകെ കുറച്ച് പഠിക്കാനുള്ളൂ. ഇതിൽ മെയിൻലി പവർ ഷെയറിംഗിന്റെ ആവശ്യം എന്താ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ, പവർ ഷെയറിംഗ് ഇല്ലെങ്കിൽ എന്ത് പറ്റും, ഇനി പവർ ഷെയറിംഗ് ഉണ്ടായാലും എന്താ ബെനിഫിറ്റ്, അതെല്ലാമാണ് നമ്മൾ പഠിക്കാൻ പോണേ. സോ നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ്, ഫസ്റ്റ് ടോപ്പിക് ആണ് ദ എത്നിക് കോമ്പോസിഷൻ ഓഫ് ബെൽജിയം. നമ്മുടെ ഒരു മെയിൻ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. പീരിയോഡിക് ടെസ്റ്റിനായാലും ക്ലാസ് ടെസ്റ്റിനായാലും എക്സാമിനായാലും ഏറ്റവും അത്യാവശ്യം ഇമ്പോർട്ടന്റ്, ലൈക്ക് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ചാപ്റ്ററിൽ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഈ എത്നിക് കോമ്പോസിഷൻ എല്ലാം പഠിക്കണം, എന്നിട്ട് അതിനെപ്പറ്റി എഴുതുകയും വേണം. സോ ഫസ്റ്റ് ഒന്നാണ് എത്നിക് കോമ്പോസിഷൻ ഓഫ് ബെൽജിയം. സോ ഞാൻ പറഞ്ഞില്ലേ, 2 കൺട്രീസിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഒന്ന് ബെൽജിയം, 2 ശ്രീലങ്ക. ബെൽജിയത്തിനെ പറ്റിയാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്, ദ എത്നിക് കോമ്പോസിഷൻ ഓഫ് ബെൽജിയം. ഓക്കെ, Belgium is a small country in Europe. ആദ്യം നമ്മൾ ബെൽജിയത്തിനെ പറ്റിയാണ് പഠിക്കണം. Belgium is a small country in Europe, smaller in area than the state of ഹരിയാന. നമ്മുടെ ഇന്ത്യയിൽ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബെൽജിയം ഹരിയാനയെക്കാളും ചെറുതാണ് ഇൻ ഏരിയ. It has borders with France, Netherlands, Germany and Luxembourg. It has a population of a little over 1 crore, about half of the population of Haryana. So, ഈ പറയുന്ന ലൈൻസ് എല്ലാം ടെക്സ്റ്റിലെ സെയിം ലൈൻസ് ആണ്. ടെക്സ്റ്റിൽ നിന്ന് അതുപോലെ തന്നെ എടുത്ത് ചെയ്തേക്കുന്നതാണ്. സോ നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഇങ്ങനെ തന്നെ ബൈഹാർട്ട് ചെയ്താൽ ഒരു പ്രശ്നവുമില്ല. ടെക്സ്റ്റിൽ NCERT ടെക്സ്റ്റ് ആണ് നമ്മുടെ മെയിൻ ബുക്ക്. സോ അതിൽ നിന്ന് എടുത്ത മെയിൻ ലൈൻസ് അതിൽ തന്നെ എക്സാക്ട് ലൈൻസ് ആണ്. സോ ഇങ്ങനെ തന്നെ പഠിക്കാം, നോ വറീസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ച് ബെൽജിയം ഒരു സ്മോൾ കൺട്രി ആണ്. നമ്മൾ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് വെച്ച് കമ്പയർ ചെയ്യേണ്ട, അതാണ് ഹരിയാന. പിന്നെ it has borders with France, Netherlands, Germany and Luxembourg. It has a population of little over 1 crore, about half of the population of Haryana. The ethnic composition of the small country is very complex. ഈ ഒരു ചെറിയ കൺട്രിയുടെ ആയാലും ഈ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ് ആണ്. കൺട്രിയുടെ ടോട്ടൽ പോപ്പുലേഷനിൽ 59% lives in Flemish region and speaks Dutch. സോ ഓക്കെ, 59% പീപ്പിൾ ഡച്ച് ആണ് സംസാരിക്കുന്നത്. lives in Flemish region and speaks Dutch. 59% Dutch ആണ് സംസാരിക്കുന്നത്, 59%. And another 40% people live in the Wallon region and speaks French. അപ്പോൾ ഓക്കെ, ടോട്ടൽ പോപ്പുലേഷനിൽ 40% ഡച്ചും 59% ഡച്ചും 40% ഫ്രഞ്ച് ആണ് സംസാരിക്കുന്നത്. ഓക്കെ, സോ ഇപ്പൊ 59% ഡച്ച് ആണ്, 40% ഫ്രഞ്ചും ആണ്. ബാക്കി ഒരു പെർസെന്റേജ് ആരാ? another 40% people live in Wallon region and speak French. അതാണ് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞത്. Remaining 1% of Belgium speaks German in the capital city Brussels. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ഒരു പെർസെന്റേജ് എന്താ സംസാരിക്കുന്നത്? ജർമ്മൻ. ബാക്കി 1%, ഒരു മിനിറ്റ്, ബാക്കി 1% ജർമ്മൻ ആണ് സംസാരിക്കണേ, ജർമ്മൻ. ഓക്കെ, ഇനി ഇതാണ് നമ്മൾ ബെൽജിയത്തിനെ പറ്റി പഠിച്ചത്. ബെൽജിയം കൺട്രി ആണ്. സോ ഇനി ആ കൺട്രിയുടെ ക്യാപിറ്റലിനെ പറ്റിയാണ് പഠിക്കാൻ പോണേ. ആ കൺട്രിയിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? 59% ആൾക്കാർ ഡച്ച് ആണ്, 40% ഫ്രഞ്ച് ആണ്, 1% ജർമ്മൻ ലാംഗ്വേജ് സ്പീക്ക് ചെയ്യണവരാണ്. പിന്നെ ഇതിന്റെ ബോർഡേഴ്സ് ആരൊക്കെയായിട്ട് ഷെയർ ചെയ്യണേ? ഫ്രാൻസ്, നെതർലാൻഡ്, ജർമ്മനി ആൻഡ് ലക്സംബർഗ്. പിന്നെ നമ്മൾ ഈ ഒരു ഏരിയ സ്മോളർ ദാൻ ഇന്ത്യൻ സ്റ്റേറ്റ് ഹരിയാന. പിന്നെ പോപ്പുലേഷൻ ഹരിയാനയെക്കാളും കുറവാണ്. ഇനി ബ്രൂസൽസ് ആണ് ബെൽജിയത്തിന്റെ ക്യാപിറ്റൽ. ബെൽജിയത്തിന്റെ ക്യാപിറ്റൽ ഏതാ? ബ്രൂസൽസ്. ഈ ബ്രൂസൽസിൽ 80% പീപ്പിൾ സ്പീക്ക് ഫ്രഞ്ച്, while 20% ആർ ഡച്ച് സ്പീക്കിംഗ്. ഒന്ന് നോക്കിയേ, കൺട്രിയില് ബെൽജിയത്തില് 59% ഡച്ച് ആർന്ന്, 40% ഫ്രഞ്ച് ആർന്ന്. ക്യാപിറ്റൽ സിറ്റി ബ്രൂസൽസിൽ വന്നപ്പോഴും 80% പീപ്പിൾ ഫ്രഞ്ച് ആണ്, 80% ഫ്രഞ്ച് ആണ്, while 20% ഡച്ചും. കണ്ട, നേരൊരു ഓപ്പോസിറ്റ് അല്ലേ നടക്കണേ. കാരണം കൺട്രിയില് ബെൽജിയത്തില് ഡച്ച് ആയിരുന്നു മെജോറിറ്റി, പക്ഷെ ക്യാപിറ്റലിൽ വന്നപ്പോ 80% ഫ്രഞ്ച് ആണ്. അങ്ങനെ ഫ്രഞ്ച് ഇവിടെ 80% ഫ്രഞ്ച് ഉള്ളതുകൊണ്ട് ഇവിടെ മെജോറിറ്റി ഫ്രഞ്ചും കൺട്രിയില് ഡച്ച് ആണ് മെജോറിറ്റി. ഒരു കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ടാണ് സംഭവം നടക്കണേ. അപ്പൊ
This was resented by the Dutch-speaking community who voted the minority French-speaking community was relatively rich and powerful. This was resented by Dutch-speaking community who got the benefit of economic development and education much later. ഈ മൈനോറിറ്റി ഫ്രഞ്ച് സ്പീക്കിംഗ് കൺട്രിയിൽ മൈനോറിറ്റി ഫ്രഞ്ച് സ്പീക്കിംഗ് ആൾക്കാരിൽ റിലേറ്റീവ്ലി റിച്ച് ആൻഡ് പവർഫുൾ ആയിരുന്നു. ആൻഡ് ഡച്ച് ആൾക്കാരാണെങ്കിലും അവർക്ക് ബെനിഫിറ്റ്സ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് എഡ്യൂക്കേഷൻ ഒക്കെ പയ്യാണ് കിട്ടിയത്. അപ്പൊ ഇതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടായി, രണ്ട് കമ്മ്യൂണിറ്റികളുടെ ഇടയിൽ ഒരു ടെൻഷൻ ഉണ്ടായി. അപ്പൊ നമ്മ ഇത്രയും പഠിച്ചതിൽ എന്തൊക്കെയായിരുന്നു? ഇത്രയും കോമ്പോസിഷൻ നമ്മ ഒരാഴ്ച റിവൈസ് ചെയ്ത് പഠിച്ച് അതിൻ്റെ കൂടെ തന്നെ റിവൈസും ചെയ്ത്. ഇനി ഇപ്പൊ നമ്മ പറഞ്ഞത് ക്യാപിറ്റൽ സിറ്റിയുടെ കാര്യമാണ്. ക്യാപിറ്റൽ സിറ്റിയിൽ എന്താണുള്ളത്? ബ്രുസൽസ് ആണ് ക്യാപിറ്റൽ സിറ്റി. 80% ഫ്രഞ്ച് ആണ് അവിടെ സംസാരിക്കുന്നത്. 20% ആൾക്കാർ ഡച്ച് ആണ് സ്പീക്ക് ചെയ്യുന്നത്. പിന്നെന്നാ ഇവിടെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡച്ച് സ്പീക്കിംഗ് ആൾക്കാർക്ക് ലേറ്റ് ആയിട്ടാണ് എഡ്യൂക്കേഷനും എക്കണോമിക് ഡെവലപ്മെന്റ് എല്ലാം കിട്ടിയത്. പക്ഷെ ഫ്രഞ്ചുകാരാണെങ്കിൽ അവർ റിലേറ്റീവ്ലി റിച്ച് ആൻഡ് പവർഫുൾ ആണ്. അപ്പൊ ഇതെല്ലാം കാരണം ഒരു ടെൻഷൻ ഉണ്ട് ഈ കമ്മ്യൂണിറ്റീസിനിടയിൽ. ഈ ടെൻഷൻ എന്താന്ന് നോക്കിയാൽ the minority French speaking color മാറ്റാം. The minority French speaking community was relatively rich and powerful. അപ്പൊ French speaking community എന്തായിരുന്നു? റിച്ച് ആൻഡ് പവർഫുൾ ആയിരുന്നു. This was resented by the Dutch speaking community who got benefits of economic development and education much later. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ. This led to tension between the Dutch speaking and French speaking communities. അപ്പൊ ഇതുകൊണ്ട് എന്താ, ഈ ഡച്ച് സ്പീക്കിങ്ങും ഫ്രഞ്ച് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റീസ് തമ്മിൽ ഒരു ടെൻഷൻ ഉണ്ടായി. During the 1950s and 1960s, the tension between the two communities was more acute in Brussels. ബ്രസൽസിലാണ് ഈ ടെൻഷൻ കൂടുതൽ അക്യൂട്ട് ആയിരുന്നത്. കാരണം എന്താ, Brussels presented a special problem. The Dutch speaking community people constitute a majority in the country but a minority in capital. അപ്പൊ ബ്രസൽസിൽ ഒരു സ്പെഷ്യൽ പ്രോബ്ലം ഉണ്ടായി. കാരണം കൺട്രിയിൽ മെജോറിറ്റി ഉണ്ടായിരുന്ന ഡച്ച് ആൾക്കാര് ക്യാപിറ്റലിൽ വന്നപ്പോ മൈനോറിറ്റി ആയി മാറി. ഇതുകൊണ്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടായി ഇവർക്ക്. സോ ഇതില് നമ്മുടെ ബെൽജിയത്തിലെ ലീഡേഴ്സ് എന്താ ചെയ്തത്? ഈ ടെൻഷൻ മാറ്റി. ഇപ്പൊ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊരു സിവിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. അങ്ങനെ കോൺഫ്ലിക്ട്സ് ഡെവലപ്പ് ചെയ്ത് സിവിൽ വാർ വരെ ആവാം. ബെൽജിയത്തിലെ ലീഡേഴ്സ് എന്താ ചെയ്തതെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോണത്. ഓക്കെ, അക്കോമഡേഷൻ ഇൻ ബെൽജിയം, ഇതാണ് ആ ടോപ്പിക്. Belgian leaders recognized the existence of regional differences and cultural diversities. Between 1970 and 1993, they amended their constitution 4 times as to work out an arrangement that would enable everyone to live together within the same country. ഒന്നും മനസ്സിലായില്ലല്ല. അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനുള്ള ചെറിയൊരു കാര്യമുള്ളൂ. ബെൽജിയൻ ലീഡേഴ്സ് ഈ ഉള്ള എക്സിസ്റ്റ് ചെയ്യണ ഡിഫറൻസ് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇവർ കുറെ ചേഞ്ചസ് ഉണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷനിൽ. ബിറ്റ്വീൻ 1970 and 1993 they amended their constitution 4 times. 4 പ്രാവശ്യം അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അവർ അമെൻഡ് ചെയ്തു. കാരണം എന്താ, അവരുടെ ആൾക്കാർക്ക് പീസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ വേണ്ടി. So as to work out an arrangement that would enable everyone to live together within the same country. അപ്പൊ അതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ. അക്കോമഡേഷൻ ഇൻ ബെൽജിയത്തിനെ പറ്റി എന്ത് ചോദിച്ചാൽ ഇതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ എഴുതേണ്ടത്. ബെൽജിയൻ ലീഡേഴ്സ് റെക്കഗ്നൈസ് ദ എക്സിസ്റ്റൻസ് ഓഫ് റീജിയണൽ ഡിഫറൻസസ് ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ്. Between 1970 and 1993, they amended their constitution 4 times as to work out an arrangement that would enable everyone to live together within the same country. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഈസി അല്ലേ? ഭയങ്കര ഈസിയാ. ഇനിയാണ് ഈ മെയിൻ പോയിന്റ്സ് അവരെന്തൊക്കെ ചെയ്തു എന്നാണ്. എലമെന്റ്സ് ഓഫ് ബെൽജിയം മോഡൽ. ബെൽജിയം മോഡലിൽ എന്തായിരുന്ന എലമെന്റ്സ്, എന്തൊക്കെയായിരുന്നു അവർ ചെയ്തതെന്നൊക്കെ. Constitution prescribes that the number of Dutch and French speaking ministers shall be equal in the central government. So ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ പറഞ്ഞത്? ഡച്ച് ആൻഡ് ഫ്രഞ്ച് സ്പീക്കിംഗ് മിനിസ്റ്റേഴ്സ് ഷാൽ ബി ഈക്വൽ ഇൻ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റില് ഫ്രഞ്ച് സ്പീക്കിംഗ് ആയാലും ഡച്ച് സ്പീക്കിംഗ് ആയാലും മിനിസ്റ്റേഴ്സ് ഈക്വൽ ആയിരിക്കണം നമ്പേഴ്സ്. Some special laws require the support of majority of members from each linguistic group. അപ്പൊ സ്പെഷ്യൽ ലോസ് ഒക്കെ പാസ് ചെയ്യണമെങ്കിൽ മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് ഫ്രം ഈച്ച്, രണ്ട് ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പിൽ നിന്നും മെജോറിറ്റി സപ്പോർട്ട് വേണം. Thus no single community can make decision unilaterally. അതുകൊണ്ട് എന്താ, ഒരു കമ്മ്യൂണിറ്റിക്ക് അവരെ ഫേവർ ചെയ്തുള്ള ഒരു ലോയും യൂണിലാറ്ററൽ എന്ന് വെച്ചാൽ ഒറ്റക്ക് പാസ് ചെയ്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂല. മനസ്സിലായില്ലേ? ഫസ്റ്റ് ആണ് എന്താ, Constitution prescribes the number of Dutch and French speaking ministers shall be equal. ഫ്രഞ്ച് പറയുന്നതും ഡച്ച് പറയുന്നതും ഈക്വൽ ആയിരിക്കണം നമ്പേഴ്സ് മിനിസ്റ്റേഴ്സ്. സം സ്പെഷ്യൽ ലോസ് റിക്വയർ ദ സപ്പോർട്ട് ഓഫ് മെജോർ. എന്ത് ലോ കൊണ്ടുവരികയാണെങ്കിലും അതിന് മെജോറിറ്റി സപ്പോർട്ട് ഫ്രം ഈച്ച് ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ് വേണം. അതുകൊണ്ട് യൂണിലാറ്ററലി ഒരു ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് ആണ്, many powers of the central government has been given to state governments of 2 regions of the country. The state government are not subordinate to the central government.
സോ ഇത് ഇത്രേ ഉള്ളൂ. പവേഴ്സ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ്സിനും കൊടുത്ത്, സ്റ്റേറ്റ് ഗവൺമെന്റ്സ് സെൻട്രൽ ഗവൺമെന്റിന് സബോർഡിനേറ്റ് അല്ല. അതാണ് സെക്കൻഡ് പോയിന്റ്. അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. തേർഡ് വൺ, ഇതാണ് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഇത് ഈ 4 ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ഈ ബ്രസൽസ് ഹാസ് എ സെപ്പറേറ്റ് ഗവൺമെന്റ് ഇൻ വിച്ച് ബോത്ത് കമ്മ്യൂണിറ്റീസ് ഹാവ് ഈക്വൽ റെപ്രസെന്റേഷൻ. സോ ബ്രസൽസിന് ഒരു സെപ്പറേറ്റ് ഗവൺമെന്റ് ഉണ്ട്. അതില് എല്ലാ കമ്മ്യൂണിറ്റീസ്, ബോത്ത് കമ്മ്യൂണിറ്റീസ് ഹാവ് ഈക്വൽ റെപ്രസെന്റേഷൻ. 2 കമ്മ്യൂണിറ്റീസിനും ഈക്വൽ റെപ്രസെന്റേഷൻ ഉണ്ട്. ദ ഫ്രഞ്ച് സ്പീക്കിംഗ് പീപ്പിൾ അക്സെപ്റ്റഡ് ഈക്വൽ റെപ്രസെന്റേഷൻ ഇൻ ബ്രസൽസ് ബിക്കോസ് ദ ഡച്ച് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റി ഹാസ് അക്സെപ്റ്റഡ് ഈക്വൽ റെപ്രസെന്റേഷൻ ഇൻ ദ കൺട്രി. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായ? ഇതിലെന്താ പറയുന്നത് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ആണ് ഈ പഠിച്ച് ഫസ്റ്റ് വൺ എന്താണെന്ന് പറഞ്ഞേ, നമ്പർ ഓഫ് ഡച്ച് സ്പീക്കിംഗ് ഫ്രഞ്ച് സ്പീക്കിംഗ് മിനിസ്റ്റർ ഷാൽ ബി ഈക്വൽ ഇൻ ദ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റിൽ ഈക്വൽ ആയിരിക്കണം എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ഈ തേർഡ് വണ്ണിൽ പറയുന്നത് ബ്രസൽസിൽ സെപ്പറേറ്റ് ഗവൺമെന്റ് ഉണ്ട് ആൻഡ് ഫ്രഞ്ച് സ്പീക്കിംഗ് പീപ്പിൾ അക്സെപ്റ്റഡ് ഈക്വൽ റെപ്രസെന്റേഷൻ ഇൻ ബ്രസൽസ്. എന്താ കാരണം വെച്ചാൽ, ബെൽജിയം കൺട്രിയില് മെജോറിറ്റി ആരായിരുന്നു? ഡച്ച് അല്ലായിരുന്ന? അതെ, മെജോറിറ്റി ഡച്ചും മൈനോറിറ്റി ഫ്രഞ്ച് സ്പീക്കിംഗ് ആയിരുന്നു. പക്ഷെ ക്യാപിറ്റൽ ബ്രസൽസിൽ വന്നപ്പോ എന്താ നടന്നേ? ബ്രസൽസിൽ വന്നപ്പോ ഫ്രഞ്ച് സ്പീക്കിംഗ് ആൾക്കാരായിരുന്നു മെജോറിറ്റി ആൻഡ് കൺട്രിയില് മെജോറിറ്റി ആയിരുന്ന ഡച്ച് സ്പീക്കിംഗ് എന്തായി മാറി? മൈനോറിറ്റി ആയി മാറി. അപ്പൊ ഇവരെന്താ വെച്ചാൽ, കൺട്രിയില് ഇവർ ഈക്വൽ റെപ്രസെന്റേഷൻ സമ്മതിച്ചപ്പോൾ ക്യാപിറ്റൽ ആയ ബ്രസൽസിനും ഒരു ഈക്വൽ റെപ്രസെന്റേഷൻ ഇവർ അക്സെപ്റ്റ് ചെയ്തു. ഭയങ്കര ഈസി അല്ലേ? ആ ഒരു പോയിന്റ് തന്നെ അത് മനസ്സിലായില്ലേ? ബ്രസൽസ് ഹാസ് എ സെപ്പറേറ്റ് ഗവൺമെന്റ്, representation, people speaking people accepted equal representation. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. The French speaking people accepted equal representation in Brussels because the Dutch speaking community has accepted equal representation in the country. ഇനി അടുത്ത fourth one. Apart from the central and state government, there is a third kind of government. This community government is elected by people belonging to one language community. ഡച്ച്, ഫ്രഞ്ച് ആൻഡ് ജർമ്മൻ. സോ ഇതില് സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് അതും പോരാണ്ട് ഒരു തേർഡ് ലെവൽ ഗവൺമെന്റ്, തേർഡ് കൈൻഡ് ഓഫ് ഗവൺമെന്റ് ഉണ്ടായിരുന്നു. അതാണ് കമ്മ്യൂണിറ്റി ഗവൺമെന്റ്. ഈ കമ്മ്യൂണിറ്റി ഗവൺമെന്റ് എലക്ട് ചെയ്തതാരാന്ന് വെച്ചാൽ പീപ്പിൾ ബിലോങ്ങിങ് ടു വൺ ലാംഗ്വേജ്, വൺ കമ്മ്യൂണിറ്റി, അവരാണ് എലക്ട് ചെയ്തത്, നോ മാറ്റർ വേർ ദേ ലിവ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇങ്ങനെ 4 അക്കോമഡേഷൻസ് ആണ് അവർ കൊണ്ടുവന്നത്. ഫസ്റ്റ് വൺ, ഈക്വൽ നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ സെൻട്രൽ ഗവൺമെന്റ്. സെക്കൻഡ് വൺ എന്തായിരുന്നു? സെൻട്രൽ ഗവൺമെന്റ് സബോർഡിനേറ്റ് അല്ല, സ്റ്റേറ്റ് ഗവൺമെന്റ്. തേർഡ് വൺ എന്തായിരുന്നു? ബ്രസൽസിൽ സെപ്പറേറ്റ് ഗവൺമെന്റ് ഉണ്ട് ഇൻ വിച്ച് ഈക്വൽ റെപ്രസെന്റേഷൻ, വിച്ച് ആരാ അക്സെപ്റ്റ് ചെയ്ത്? ഫ്രഞ്ച് സ്പീക്കിംഗ് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തത്. കാരണം എന്താ? കൺട്രിയിൽ അവർ ഈക്വൽ റെപ്രസെന്റേഷൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്. അതാണ് തേർഡ് വൺ. ഫോർത്ത് വൺ എന്താ? ഒരു കമ്മ്യൂണിറ്റി ഗവൺമെന്റ് ഉണ്ട്. ഒരു കമ്മ്യൂണിറ്റി പെട്ടവർക്ക് ഈച്ച് കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാർക്ക് അവർക്ക് വോട്ട് ചെയ്യാൻ എവിടെ വന്നാലും, എവിടെ താമസിക്കുകയാണെങ്കിലും. ഈ ചേഞ്ചസ് ഒക്കെ കാരണം ഈ കൺട്രിയിലുള്ളവർ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ജീവിച്ച് ആ സ്റ്റോറി അങ്ങനെ തന്നെ എൻഡായി. കണ്ടോ? നമ്മ ഇപ്പൊ തന്നെ ശ്രീലങ്കയുടെ കാര്യം പഠിക്കും. ശ്രീലങ്കയിൽ നേരെ ടോട്ടൽ ഓപ്പോസിറ്റ് ഉണ്ടായി. ഇപ്പൊ നമ്മൾ ബെൽജിയത്തിന്റെ കാര്യം പഠിച്ച്, ബെൽജിയത്തിന്റെ എത്നിസിറ്റി പഠിച്ച്, പിന്നെന്താ അവിടുത്തെ ഇഷ്യൂസ്, ടെൻഷൻ ബിറ്റ്വീൻ കമ്മ്യൂണിറ്റീസ് പഠിച്ച്, പിന്നെ അതുകൊണ്ട് അവിടുത്തെ ലീഡേഴ്സ് എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്തത്, അക്കോമഡേഷൻ എന്തൊക്കെയാ നടത്തി, അതെല്ലാം പഠിച്ച്. അതാണ് ബെൽജിയത്തിന്റെ ആകെ ഇത്രേ ഉള്ളൂ. ഇവിടെ ഒരു ഹാപ്പി എൻഡിങ് ആണ് ഉണ്ടായത്, ഹാപ്പി എൻഡിങ്. സോ അടുത്തതാണ് നമ്മുടെ ശ്രീലങ്ക. ശ്രീലങ്കയിൽ എന്താ ഉണ്ടായെന്ന് നമുക്ക് നോക്കാം. സോ ശ്രീലങ്ക ഈസ് ആൻ ഐലൻഡ്. ആദ്യം നമ്മ ബെൽജിയത്തിന്റെ കേസിൽ ആദ്യം എത്നിസിറ്റി അല്ലേ പഠിച്ചേ? ശ്രീലങ്കയുടെ കേസിൽ നമ്മൾ ആദ്യം തന്നെ എത്നിസിറ്റി പഠിക്കണേ. ശ്രീലങ്ക ഈസ് ആൻ ഐലൻഡ് നേഷൻ ജസ്റ്റ് എ ഫ്യൂ കിലോമീറ്റേഴ്സ് ഓഫ് ദ സദേൺ കോസ്റ്റ് ഓഫ് തമിഴ്നാടുവിൽ നിന്ന് ജസ്റ്റ് ഫ്യൂ കിലോമീറ്റേഴ്സ് അടുത്തുള്ള ഐലൻഡ് ആണ് എന്ത്? ശ്രീലങ്ക. ഇറ്റ് ഹാസ് അബൌട്ട് 2 crore people, about the same as in. ഇവിടെ നമ്മ ഹരിയാനയായിട്ട് കമ്പയർ ചെയ്യാണ്. അപ്പൊ ഇവിടെ എന്താ? പോപ്പുലേഷൻ 2 crore ഉണ്ട്, അബൌട്ട് ദ സെയിം ആസ് ഇൻ ഹരിയാന. ഹരിയാനയിലുള്ള പോലെ തന്നെ 2 crore ആൾക്കാരുണ്ട്. Like other nations in the South Asian region, Sri Lanka has a diverse population. The major social groups are the Sinhala speakers and the Tamil speakers. Among Tamils, there are 2 subgroups. So, നമ്മ എന്താ പറയാ, ബെൽജിയത്തിലെ കേസിൽ 2 കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നൊക്കെ പഠിച്ചത്, അതെല്ലാം പഠിച്ച് എത്ര പെർസെന്റേജ് ആക്കിയാന്നൊക്കെ പഠിച്ച്. ഇനി ഇവിടെ വേറെ കമ്മ്യൂണിറ്റികളാണ് ഉണ്ടാവുന്നത്. ഇവിടെയുള്ള കമ്മ്യൂണിറ്റികൾ ആരൊക്കെ? സിൻഹല സ്പീക്കേഴ്സും തമിഴ് സ്പീക്കേഴ്സ് ആണ്. സിൻഹല എത്ര പേരുണ്ട്? സിൻഹല 74% ഉണ്ട്. സിൻഹല 74% ഉണ്ട്.
തമിഴ് എത്ര പെർസെന്റേജ് ഉണ്ട്? തമിഴ് 18%. അതും ആ 18%-ൽ തമിഴ് there are sub groups. അതിന്റെ അകത്തൊരു സബ് ഗ്രൂപ്പ് ഉണ്ട്. 13% ശ്രീലങ്കൻ തമിഴ്സ് ആണ് ആൻഡ് റെസ്റ്റ് ഇന്ത്യൻ തമിഴ്സ് ആണ്. ഇന്ത്യയിൽ അവർ ഫോർ ഫാദേഴ്സ് പ്ലാന്റേഷൻ വർക്കിന് വേണ്ടി ശ്രീലങ്കയിൽ പോയ അവരൊക്കെയാണ്. സോ 18% ആണ് ടോട്ടൽ. അതിൽ 13% ശ്രീലങ്കൻ തമിഴ്സും ബാക്കി ഇന്ത്യൻ തമിഴ്സും ആയിരുന്നു. ഓക്കെ, 13% the rest whose forefather came from India as plantation workers during colonial period are called Indian Tamils. As you can see, Sri Lankan Tamils are concentrated in the north and east of the country. Most of the Sinhala speaking people are Buddhists. So here point ഭയങ്കര important ആണ്. Most of the Sinhala speaking people are Buddhist. Sinhala സംസാരിക്കുന്ന most of the ആൾക്കാരും ബുദ്ധിസ്റ്റ് ആണ്. While most of the Tamils are Hindus or Muslims. ഈ തമിഴ്സ് ആവട്ടെ ഹിന്ദുസ് ഓർ മുസ്ലിംസ് ആണ്. ദർ ആർ അബൌട്ട് 7% ഓഫ് ക്രിസ്ത്യൻസ്. ബാക്കി 7% ക്രിസ്ത്യൻസ് ആണ്. അവിടെ ബെൽജിയത്തില് ബാക്കി 1% ജർമ്മൻ സ്പീക്കിംഗ് ആയിരുന്നു. ഇവിടെ 1% ക്രിസ്ത്യൻസ് ആണ്. ഓക്കെ, ഹു ആർ ബോത്ത് തമിഴ് ആൻഡ് സിൻഹല. 1% അല്ല കേട്ടോ, 7%. ഓക്കെ, ഇനി മെജോറിറ്റേറിയനിസം ഇൻ ശ്രീലങ്ക. ഇപ്പൊ നമ്മൾ പഠിച്ച് നമ്മുടെ ബെൽജിയത്തിന്റെ കേസിൽ എന്താണെന്ന്, ഡച്ച് കൂടുതൽ ഫ്രഞ്ച് സ്പീക്കർ, അതൊക്കെ നമുക്ക് ബെൽജിയം വേണ്ട, നമുക്ക് ഇനി ശ്രീലങ്ക മാത്രം ഇട്ട് പഠിക്കാം. ശ്രീലങ്കയിൽ സിൻഹല ആൾക്കാർ എത്ര പേരുണ്ട്? 74% ഉണ്ടായി. ബാക്കി 18% തമിഴ്സ് ആണ്. അതിൽ തന്നെ ഒരു സബ് ഗ്രൂപ്പ്സ് ഉണ്ടായി. അതിൽ 13% ശ്രീലങ്കൻ തമിഴ്സും ബാക്കി ഇന്ത്യൻ തമിഴ്സും ആയിരുന്നു. പിന്നെ ഉള്ളത് 7% ക്രിസ്ത്യൻസ് ആയിരുന്നു. അവര് ബോത്ത് തമിഴ് ആൻഡ് സിൻഹലയിലായിരുന്നു. ഓക്കെ, ഇനി മെജോറിറ്റേറിയനിസം ഇൻ ശ്രീലങ്ക. എന്തൊന്നും ഈ മെജോറിറ്റേറിയനിസം? നമ്മുടെ ടെക്സ്റ്റിൽ കൊടുക്കുന്ന ഡെഫിനേഷൻ എന്താന്ന് വെച്ചാൽ a belief that the majority community should be able to rule a country in whichever way it wants by disregarding the wishes and needs of the minority. So ഇതിലെന്താ പറയാന്ന് വെച്ചാൽ എ ബിലീഫ്, ഒരു വിശ്വാസം, ദാറ്റ് മെജോറിറ്റി കമ്മ്യൂണിറ്റി, കൂടുതൽ ആൾക്കാരുള്ള കമ്മ്യൂണിറ്റി ഷുഡ് ബി ഏബിൾ ടു റൂൾ എ കൺട്രി. എങ്ങനെ വേണേലും ഒരു കൺട്രി അവർക്ക് ഇഷ്ടമുള്ള പോലെ റൂൾ ചെയ്യാൻ പറ്റണം. In whichever way it wants by disregarding wishes and needs of the minority. മൈനോറിറ്റീനെ ഒന്നും മൈൻഡ് ആക്കാണ്ട് മെജോറിറ്റി ഉള്ള ആൾക്കാര് അവർക്ക് ഇഷ്ടമുള്ള പോലെ കൺട്രി റൂൾ ചെയ്യണേനെയാണ് എന്ത് പറയുന്നത്, മെജോറിറ്റേറിയനിസം എന്ന് പറയുന്നത്. സോ ശ്രീലങ്കയിൽ നടന്നത് അതുപോലെ ഒരു മെജോറിറ്റേറിയനിസം ആയിരുന്നു. ശ്രീലങ്കയിലെ മെജോറിറ്റി ആരായിരുന്നു? സിൻഹലക്കാരായിരുന്നു. സോ ശ്രീലങ്കയിൽ എന്താന്ന് വെച്ചാൽ ശ്രീലങ്ക emerged as an independent country in 1948. 1948 ശ്രീലങ്ക ഇൻഡിപെൻഡന്റ് കൺട്രി മാറി. ലീഡേഴ്സ് ഓഫ് സിൻഹല കമ്മ്യൂണിറ്റി sought to secure dominance over ഗവൺമെന്റ് ബൈ വിർച്യൂ ഓഫ് ദം. അപ്പൊ സിൻഹല കമ്മ്യൂണിറ്റി ലീഡേഴ്സ് എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ അവരുടെ മെജോറിറ്റി വെച്ചിട്ട് ഗവൺമെന്റ് അവർക്ക് തന്നെ ഡോമിനേറ്റ് ചെയ്യാന്ന് അവർ വിചാരിച്ചു. ആസ് എ റിസൾട്ട് ദ ഡെമോക്രാറ്റിക്കലി എലക്ടഡ് ഗവൺമെന്റ് അഡോപ്റ്റഡ് എ സീരീസ് ഓഫ് മെജോറിറ്റേറിയൻ മെഷേഴ്സ്. അതുകൊണ്ട് എന്താ, ഡെമോക്രാറ്റിക്കലി വന്ന ഗവൺമെന്റ്, ഇലക്റ്റഡ് ആയ ഗവൺമെന്റ് ഒരു മെജോറിറ്റേറിയൻ മെഷേഴ്സ് ആണ് എടുത്തത്. മെജോറിറ്റേറിയൻ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെജോറിറ്റേറിയൻസി പഠിച്ച ഡെഫിനിഷൻ ഇല്ലേ, ആ സെയിം സാധനം തന്നെ. മെജോറിറ്റേറിയൻ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യും, മെജോറിറ്റി ഉള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണ മെഷേഴ്സിനെയാണ് മെജോറിറ്റേറിയൻ മെഷേഴ്സ് എന്ന് പറയുന്നത്. സോ ഇവരെടുത്ത മെഷേഴ്സ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. In 1956, an act was passed to recognize Sinhala as the only official language regarding Tamil. Kanda. First ഉണ്ടായതാണ് ഇത്. In 1956, ഒരു ആക്ട് തന്നെ പാസ് ചെയ്ത് recognize Sinhala as the only official language. അവിടെ തമിഴ്സും ഉണ്ട്. എന്നിട്ടും സിൻഹലക്കാരെന്താ ചെയ്തത്? സിൻഹലക്കാര് ഡെമോക്രാറ്റിക്കലി ഭരണത്തിൽ വന്നു. അതുകൊണ്ട് അവരെന്താ ചെയ്തത്? അവർ മെജോറിറ്റേറിയൻ പോളിസീസ് അപ്ലൈ ചെയ്ത് അവരുടെ സിൻഹല ലാംഗ്വേജ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയി റെക്കഗ്നൈസ് ചെയ്തു. The governments followed preferential policies that favored Sinhala applicants for university positions and government jobs. A new constitution stipulated that the state shall protect and foster Buddhism. So, അത് മാത്രമല്ല, the government followed a preferential policies. ഈ പോയിന്റ്സ് എല്ലാം അതുപോലെ തന്നെ ബൈഹാർട്ട് ചെയ്യണം, ഭയങ്കര ഈസിയാണ്. The government followed preferential policies. ഈ ഒരു പാരഗ്രാഫിൽ ഈ ഒരു പോയിന്റ് എന്താ പറയാന്ന് വെച്ചാൽ അവിടുത്തെ ഗവൺമെന്റും ഓരോ പോളിസീസ് ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇൻ വിച്ച് അവർ ആർക്കൊക്കെയാണ് ഫേവർ ആയിട്ട് നടക്കുന്നത്. സിൻഹലയിലുള്ള ആൾക്കാര് ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത എഡ്യൂക്കേഷൻ ആയാലും
എന്തിനാ ഗവൺമെന്റ് ജോബ്സിനായാലും യൂണിവേഴ്സിറ്റി പൊസിഷനിലായാലും എന്തിനു വേണ്ടി അവർക്ക് ആപ്ലിക്കേഷൻ കൊടുത്താൽ അവർക്കായിരിക്കും ഫസ്റ്റ് കിട്ടാനുള്ള ചാൻസസ്. And a new constitution stipulated that state shall protect and foster Buddhism. ബുദ്ധിസം എല്ലാവരും പ്രൊട്ടക്റ്റും ചെയ്യണം ഫോസ്റ്ററും ചെയ്യണം എന്നുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റിപ്പുലേറ്റ് ചെയ്ത്. ഓൾ ദീസ് കണ്ട അവരെന്തൊക്കെ ചെയ്ത്, ഒരു മിനിറ്റ്, ഓക്കെ. All these government measures coming one after the other gradually increase a feeling of alienation among Sri Lankan Tamils. They felt that none of the major political parties led by Buddhists were sensitive to their language and culture. They felt that the constitution and government policies denied them equal opportunity, equal political rights, discriminated against them in getting jobs and ignored interests. ഓക്കെ, അപ്പൊ നമ്മ പഠിച്ച് ഈ സിൻഹളക്കാര് എന്തൊക്കെയാണ് ചെയ്തത്, അതുകൊണ്ട് എന്തൊക്കെ മെഷേഴ്സ് ആണ് അവർ ഉണ്ടാക്കിയതെന്നെല്ലാം നമ്മൾ പഠിച്ച്. അതുകൊണ്ട് ഓൾ ദീസ് ഗവൺമെന്റ് മെഷേഴ്സ് കമ്മിങ് വൺ ആഫ്റ്റർ ഗ്രാജുവലി ഇൻക്രീസ് ഫീലിംഗ് ഓഫ് ഏലിയനേഷൻ അമംഗ് ശ്രീലങ്കൻ തമിഴ്സ്. അപ്പൊ ഈ ഓരോന്നിന്റെ പുറകിൽ ഓരോന്നായിട്ട് വരുന്ന മെഷേഴ്സ് എല്ലാം കണ്ടപ്പോ ഈ ശ്രീലങ്കൻ തമിഴ്സില് ഭയങ്കര ഒരു ഏലിയനേഷൻ ഫീൽ വന്നു. ഏലിയനേഷൻ ഫീൽ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടൊരു ഫീലാണ്. അപ്പൊ ആരും അവരുടെ ഇഷ്ടങ്ങൾ മൈൻഡ് ചെയ്യാനുള്ള, ആരും അവരുടെ കാര്യങ്ങൾ മൈൻഡ് ചെയ്യാനുള്ള, അങ്ങനെ ഒരു ഏലിയനേഷൻ ഫീൽ വന്നു. They felt that none of the major political parties led by Buddhist Sinhala leaders were sensitive to their language and culture. അപ്പൊ ഇവർക്ക് തോന്നി സിൻഹല ലീഡേഴ്സ്, ബുദ്ധിസ്റ്റ് സിൻഹല ലീഡേഴ്സ് ആരും ഇവരുടെ ലാംഗ്വേജോ കൾച്ചറോ ഇതിനൊന്നും മൈൻഡ് ചെയ്യണല്ലോ. They felt that the constitution and government policies denied them equal political rights. ഈക്വൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് കിട്ടണതിൽ നിന്നെല്ലാം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനും ഗവൺമെന്റ് എല്ലാം ഡിനൈ ചെയ്ത് and അവരെ discriminated against them in getting jobs and getting opportunities and ignored their interest. അപ്പൊ ഇവരുടെ ഇൻട്രസ്റ്റും ജോബ്സ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസും ഡിസ്ക്രിമിനേഷൻ ഇതെല്ലാം ഇവർ ഫേസ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഇതാണ് ശ്രീലങ്കയിൽ നടന്നത്. ഇനി ഇതിന്റെയൊക്കെ റിസൾട്ട് എന്തുണ്ടായെന്ന് നോക്കാം. റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, റിസൾട്ട് the relation between the Sinhala and Tamil community strained over time. ഇവർ തമ്മിലുള്ള റിലേഷൻ ഭയങ്കര സ്ട്രെയിൻഡ് ആയി മാറി. The Sri Lankan Tamils launched parties and struggles for the recognition of Tamil as an official language. ശ്രീലങ്കൻ തമിഴ്സ് എന്തായെന്ന് വെച്ചാൽ പാർട്ടീസും സ്ട്രഗിൾസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അവരുടെ ലാംഗ്വേജും ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി അവര് സ്ട്രഗിൾസ് ഒക്കെ നടത്താൻ തുടങ്ങി. For regional autonomy and equality of opportunity in securing education and jobs, but the demand for more autonomy to provinces populated by the Tamils were repeatedly denied. Okay, so ഇവർ എന്തൊക്കെ ചെയ്തിട്ടില്ല, ഇവർ ആദ്യം ഇവർ റെക്കഗ്നീഷൻ ഓഫ് തമിഴ് ആസ് ആൻ ഒഫീഷ്യൽ ലാംഗ്വേജിന് വേണ്ടി പണിയെടുത്ത്. ഫോർ റീജിയൻ ഓട്ടോണമി ആൻഡ് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസും റീജിയൻ ഓട്ടോണമി ഇതിനെല്ലാത്തിനും വേണ്ടി ഇത് സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഇവരുടെ ഡിമാൻഡ്സ് ഒന്നും ഇവർ മൈൻഡ് ചെയ്തില്ല. The demands for more autonomy to provinces populated by Tamils were repeatedly denied. ഇതൊന്നും മൈൻഡ് ചെയ്തില്ല, ഇതങ്ങനെ ഡിനൈ ചെയ്തവര്. By 1980s, several political organizations were formed demanding an independent Tamil Eelam. തമിഴ് ഈലം എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ആണ്. സോ 1980 ഒക്കെ ആയപ്പോ ഈ തമിഴ്സ് ഫോം ചെയ്ത പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് എല്ലാവരും കൂടി ഡിമാൻഡ് ചെയ്ത് ഇവർക്ക് ഒരു സെപ്പറേറ്റ് ഇൻഡിപെൻഡന്റ് തമിഴ് ഈലം ഒരു സ്റ്റേറ്റ് കൊടുക്കണം ഇൻ നോർത്തേൺ ആൻഡ് ഈസ്റ്റേൺ പാർട്സ് ഓഫ് ദി ശ്രീലങ്ക. The distrust between the two communities turned into widespread conflict. It soon turned into a civil war. So ഇവര് സെപ്പറേറ്റ് സ്റ്റേറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടും അതും ഇവർ ഡിനൈ ചെയ്ത് ഇവർ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ ഈ രണ്ട് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഭയങ്കര ഡിസ്ട്രസ്റ്റ് ഉണ്ടായി, വൈഡ്സ്പ്രെഡ് കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാവാൻ തുടങ്ങി. സൂൺ ഇറ്റ് ടേൺഡ് ഇൻടു എ സിവിൽ വാർ. അതൊരു സിവിൽ വാർ മാറി. As a result, thousands of people of both the communities have been killed. Many families were forced to leave the country as refugees and many more lost their livelihoods. കണ്ട, നമ്മുടെ ബെൽജിയത്തിലെ കേസിൽ അവിടുത്തെ ലീഡേഴ്സ് പവർ ഷെയർ ചെയ്ത് ബിറ്റ്വീൻ ദ കമ്മ്യൂണിറ്റീസ്. അതുകൊണ്ട് എന്താ അവിടെ ഒരു ഹാപ്പി എൻഡിങ് ഉണ്ടായി, ആൾക്കാർ പീസ്ഫുൾ ആയിട്ട് ലിവ് ചെയ്ത്. പക്ഷെ നമ്മുടെ ശ്രീലങ്കയുടെ കേസിൽ നോക്കി, ശ്രീലങ്കയുടെ കേസിൽ ഇവര് സിൻഹലക്കാർ ഡോമിനേറ്റ് ചെയ്ത് മെജോറിറ്റി മെഷേഴ്സ് എല്ലാം കൊണ്ടുവന്ന്. അതുകൊണ്ട് എന്താ അവസാനം ഇവര് കുറെ സ്ട്രഗിൾസ് നടത്തി, തമിഴ്സ് കുറെ സ്ട്രഗിൾസ് നടത്തി, ഇതെല്ലാം ഡിനൈ ചെയ്തുകൊണ്ട് അവസാനം അതൊരു കോൺഫ്ലിക്റ്റ് ആയി. കോൺഫ്ലിക്റ്റ് അങ്ങനെ ഒരു സിവിൽ വാറായി മാറി. അങ്ങനെ ഇവിടെ ഒരു സാഡ് എൻഡിങ് ആണ് ഉണ്ടായത്. സോ ഇനി പവർ ഷെയറിങ് എന്തിനാണെന്ന് ഇപ്പൊ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് മനസ്സിലായി. പവർ ഷെയറിങ് ഇല്ലെങ്കിൽ എന്ത് പറ്റും, പവർ ഷെയറിങ് ഉണ്ടെങ്കിൽ എന്ത് പറ്റും എന്ന് നമുക്കിപ്പോ ഓൾമോസ്റ്റ് എല്ലാം മനസ്സിലായി. ഇനി നമുക്ക് കുറച്ച് ആൻസേഴ്സ് എങ്ങനെ എഴുതേണ്ടതെന്ന് നോക്കാം. വൈ പവർ ഷെയറിങ് ഇസ് ഡിസൈറബിൾ? പവർ ഷെയറിങ് എങ്ങനെ ഡിസൈറബിൾ ആവണേ?
Power sharing is desirable in a democracy for both prudential and moral reasons. So power sharing democracy prudential and moral reasons are desirable. It helps to reduce the possibility of conflicts between social groups, leading to greater political stability, and it also varies spirit to democracy, ensuring all citizens have a say in their governance. So it's all prudential reasons are it helps to reduce possibility of കോൺഫ്ലിക്റ്റുകൾ കുറക്കാൻ ഉള്ള ഒരു ചാൻസ് എന്ന് വെച്ചാൽ പോസിബിലിറ്റി ഉണ്ട്, കോൺഫ്ലിക്ട്സ് ഒന്നും ഉണ്ടാവില്ല എന്നൊരു പോസിബിലിറ്റി ഉണ്ട് പവർ ഷെയർ ചെയ്യണമെങ്കിൽ. ഫോർ എക്സാമ്പിൾ നമ്മൾ ബെൽജിയത്തിന്റെ കേസ് പവർ ഷെയർ ചെയ്തുകൊണ്ട് എന്താ കോൺഫ്ലിക്റ്റ് ഒന്നും ഉണ്ടായില്ല, ഭയങ്കര പീസ്ഫുൾ എൻഡിങ് ആറുന്നു. അതുകൊണ്ട് എന്താ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ദ വെരി സ്പിരിറ്റ് ഓഫ് ഡെമോക്രസി. മോറൽ റീസൺ എന്താന്ന് വെച്ചാൽ അതൊരു ഡെമോക്രസിയുടെ വെരി സ്പിരിറ്റ് ആണ്. എൻഷുറിംഗ് ദാറ്റ് ഓൾ സിറ്റിസൺ ഹാവ് എ സേ ഇൻ ദെയർ ഗവർണൻസ്. എല്ലാ സിറ്റിസൺസിനും അതിലൊരു സേ ഉണ്ടെന്ന്. ഓക്കെ, prudential reason reduces conflict. Power sharing helps to prevent conflicts between different social groups by ensuring that each group has a voice in decision making. Promotes stability when ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞ സെയിം സാധനം തന്നെ. prudential reason എന്ന് പറഞ്ഞാൽ reduces conflicts ഉണ്ടാവാനുള്ള ചാൻസസ് എല്ലാം കുറക്കും. helps to prevent conflicts between different social by ensuring each group ഈച്ച് ഗ്രൂപ്പ്സിനും എല്ലാ ഗ്രൂപ്പ്സിനും അവരുടേതായ പറയാനുള്ള അധികാരം ഉണ്ടെന്നുള്ള ഒരു പവർ ഷെയറിംഗ് ഉള്ളതുകൊണ്ട് കോൺഫ്ലിക്ട്സ് എല്ലാം കുറക്കും. Promote stability. When power is shared, it creates a more stable political environment because no single group feels marginalized or oppressed. ആരും ഒപ്രസ്ഡ് ആണോ അതോ ഇവരാരും മൈൻഡ് ചെയ്യാനുള്ള അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവില്ല. അതുകൊണ്ടൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഇനി മോറൽ റീസൺ എന്താ വെച്ചാൽ സ്പിരിറ്റ് ഓഫ് ഡെമോക്രസി. ഇതൊരു ഡെമോക്രസിയുടെ സ്പിരിറ്റ് ആണ്. പവർ ഷെയറിംഗ് is an essential part of democratic governance as it embodies the idea that all citizens should have a say in their government. പവർ ഷെയറിംഗ് ഒരു എസെൻഷ്യൽ പാർട്ട് ഓഫ് ഡെമോക്രാറ്റിക് ഗവർണൻസ് ആണ്. ആസ് ഇറ്റ് എംബോഡീസ് ഐഡിയ ദാറ്റ് ഓൾ എല്ലാ സിറ്റിസൺസും അവരുടെ ആവശ്യങ്ങൾ പറയാനുള്ള സേ ഉണ്ട്, അവരുടെ വോയിസിന് ഒരു വാല്യൂ ഉണ്ട്, അവരുടെ ഇൻട്രസ്റ്റ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, മൈൻഡ് ചെയ്യാണ്, ഇതെല്ലാം ഉണ്ടാവും. ഓക്കെ, സോ ഇനി ഡിഫറെന്റ് ഫോംസ് ഓഫ് പവർ ഷെയറിംഗ് ഉണ്ട്. ഫോംസ് ഓഫ് പവർ ഷെയറിംഗ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് പാർട്ടാണ്. ഇത്രയും നേരം പഠിച്ചതെല്ലാം മോസ്റ്റ്ലി എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കാം. മനസ്സിലായതിൽ ജസ്റ്റ് ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് അതിന്റെ കൂടെ തന്നെ ടെക്സ്റ്റ് തന്നെ വായിക്കുക. ടെക്സ്റ്റിലെ സെയിം പോയിന്റ്സ് എക്സാക്ട്ലി എടുത്ത് ഇതിൽ പേസ്റ്റ് ചെയ്തേക്കാണ്. സോ നോ വറീസ്. അപ്പൊ ഇനി അടുത്തത് ഫോംസ് ഓഫ് പവർ ഷെയറിംഗ്. ഫസ്റ്റ് ആണ് ഹൊറിസോണ്ടൽ ഡിവിഷൻ ഓഫ് പവർ. Power is shared among different organs of the government at the same level. Example, the legislature, executive and judiciary. ഇതിലെന്താ പറയുന്നത്? ഇതിന് പേര് ഹൊറിസോണ്ടൽ ഡിവിഷൻ ഓഫ് പവർ എന്താ വരാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഇതില് ലെജിസ്ലേച്ചേഴ്സ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി ആണ് മെയിൻ ഓർഗൻസ്. ലെജിസ്ലേച്ചേഴ്സിന് ഒരു എല്, എക്സിക്യൂട്ടീവ്സിന് ഒരു ഇ, ജുഡീഷ്യറിക്ക് ഒരു ജെ. കണ്ടോ, ഇവരെല്ലാരും ഒരേ പൊസിഷനിലാണ്. കണ്ടോ, പവർ ഷെയർ among different organs of the government at the same. ഈ ലെജിസ്ലേച്ചേഴ്സും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഗവൺമെന്റിന്റെ ഓർഗൻസ് ആണ്. ഇവർക്ക് എല്ലാവർക്കും ഒരേ പവർ ആണോ, ഇവരൊരു ഒരേ പൊസിഷനിലാണ്. ആർക്കും പവർ കൂടുതലും ഇല്ല, ആർക്കും പവർ കുറവുമില്ല. അപ്പൊ അതുകൊണ്ട് പവർ ഈക്വലി ഷെയർ ചെയ്യണോണ്ടാണ് ഇതൊരു ഹൊറിസോണ്ടൽ പവർ ഷെയറിംഗ് ആണ്. ആൻഡ് ഇവരുടെ ഫങ്ഷൻസ് വേരി ചെയ്യും. This system ensures a system of checks and balance where each organ can limit the power of others. ഓക്കെ, അപ്പൊ ഈ സിസ്റ്റത്തില് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവിനെ ചെക്ക് ചെയ്യും, വേണമെങ്കിൽ ലെജിസ്ലേച്ചറിന് ജുഡീഷ്യറിനെ ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവിനെ ലെജിസ്ലേച്ചറിനെ ചെക്ക് ചെയ്യുക, എക്സിക്യൂട്ടീവിനെ ജുഡീഷ്യറിനെ ചെക്ക് ചെയ്യുക. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവിടെ കറപ്ഷൻ ഉണ്ടാകണോ, ഇവർ ഓവറായിട്ട് പവർ യൂസ് ചെയ്യണ്ടോ, പവർ മിസ്യൂസ് ചെയ്യണ്ടോ എന്നെല്ലാം നമുക്ക് ഈ ഓർഗൻസ് തന്നെ കണ്ടുപിടിക്കും. അതുകൊണ്ട് ഇതിന് ഒരു സിസ്റ്റം ഓഫ് ചെക്സ് ആൻഡ് ബാലൻസ് എന്നുകൂടി പറയും. This system ensures a system of checks and balances where each organ can limit the power of the others. For instance, judiciary can review laws passed by legislature and the executive is responsible to the parliament. So ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് ചെക്ക് ചെയ്യും, ഓവറായിട്ട് പവർ യൂസ് ചെയ്യണ്ടോ, മിസ്യൂസ് ചെയ്യണ്ടോ, കറപ്ഷൻ വരുന്നുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യും. This is also known as federalism. In India, it includes the central government, state governments and local bodies like wait. അത് ഹൊറിസോണ്ടൽ പവർ ഷെയറിംഗ് കഴിഞ്ഞു. ഇനി വെർട്ടിക്കൽ ഡിവിഷൻ ഓഫ് പവർ ആണ് അടുത്തത്. വെർട്ടിക്കൽ ഡിവിഷൻ ഓഫ് പവർ ഷെയറിംഗ് എന്ന് വെച്ചാൽ പവർ ഷെയർഡ് ബിറ്റ്വീൻ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഗവൺമെന്റ്. നമ്മുടെ ഇന്ത്യയിൽ
ലെവൽസ് ഓഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? സെൻട്രല്, സ്റ്റേറ്റ്, പിന്നെ ലോക്കല്. സോ ഈ ഒരു കേസിൽ മറ്റേത് ഓർഗൻസ് ആയിരുന്നു, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. രണ്ടാമത്തെ കേസിൽ വെർട്ടിക്കലില് എങ്ങനെ പവർ ഷെയർഡ് അമംഗ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഗവൺമെന്റ്. ഡിഫറെന്റ് ലെവൽസ് എന്ന് പറയുമ്പോ സെൻട്രൽ, സ്റ്റേറ്റ് ആൻഡ് ആരാ? ലോക്കൽ. സെൻട്രൽ, സ്റ്റേറ്റ്, ലോക്കൽ. സോ ഈ ഒരു കേസിൽ ഇതൊക്കെ സെൻട്രൽ ആണ്. ഇത് സെൻട്രല്, സ്റ്റേറ്റ്, ലോക്കല്. ഇതില് സെൻട്രൽ ആണ് ഏറ്റവും ടോപ്പില്, സ്റ്റേറ്റ് ആണ് അതിന്റെ തൊട്ടടിയിലും, ലോക്കൽ അതിന്റെ ഏറ്റവും അടിയിലാണ്. കണ്ടാ, ഇവരുടെ പൊസിഷൻസ് സെയിം അല്ല. നമ്മുടെ മറ്റേ ഓർഗൻസിന്റെ കേസിൽ എല്ലാവരുടെയും പൊസിഷൻ സെയിം ആയിരുന്നു, പവർ സെയിം ആയിരുന്നു. പക്ഷെ സെൻട്രലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പവറും, സ്റ്റേറ്റിന് സെൻട്രലിനേക്കാൾ കുറവ് പവറും, ലോക്കലിന് സ്റ്റേറ്റിനേക്കാളും കുറവ് പവറുമാണ്. അതാണ് ഒരു വെർട്ടിക്കൽ പവർ ഷെയറിങ്. വെർട്ടിക്കൽ പവർ ഷെയറിംഗ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാ ഇതൊക്കെ സെൻട്രൽ, സ്റ്റേറ്റ്, ലോക്കൽ. കണ്ടോ, ഇവര് താഴേക്കാണ്. സെൻട്രലിന് മുകളിലാണ് ഏറ്റവും പവർ, താഴെ സെൻട്രലിനേക്കാളും പവർ കുറവാണ്, ലോക്കലില് സ്റ്റേറ്റിനേക്കാളും പവർ കുറവാണ്. ഇവിടെ ഒരു വെർട്ടിക്കൽ പവർ ഷെയറിംഗ് ആണ് നടക്കണേ. ഓക്കെ, ഇനി തേർഡ് പവർ ഷെയറിംഗ് എന്താണെന്ന് നോക്കാം. among different social groups തമ്മിലായിരിക്കും ഈ പവർ ഷെയർ. This involves sharing power among various social groups such as religious or linguistic groups. It helps prevent domination by. അപ്പൊ ഈ ഒരു കേസിൽ വേരിയസ് സോഷ്യൽ ഗ്രൂപ്പ്സ് ആയിരിക്കും പവർ ഷെയർ ചെയ്യണേ. ഇപ്പൊ റിലീജിയസ് ആയാലും ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ് ആയാലും ഇവരൊക്കെ തമ്മിലായിരിക്കും പവർ ഷെയർ ചെയ്യണേ. ഇറ്റ് ഹെൽപ്സ് പ്രിവെന്റ് ഡോമിനേഷൻ ബൈ എ സിംഗിൾ ഗ്രൂപ്പ്. ഇപ്പൊ ഏതൊരു ഒരു ഗ്രൂപ്പ് ഡോമിനേറ്റ് ചെയ്യൂല, കാരണം ഇത് പ്രിവെന്റ് ചെയ്യും. Community government in Belgium is an example. This where power is shared between different linguistic groups. അപ്പൊ ഇതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ആര്? നമ്മുടെ ബെൽജിയമിലെ കമ്മ്യൂണിറ്റി ഗവൺമെന്റ്. പവർ ഷെയറിംഗ് അമംഗ് പൊളിറ്റിക്കൽ പാർട്ടീസ്, പ്രഷർ ഗ്രൂപ്പ്സ് ആൻഡ് മൂവ്മെന്റ്സ്. ഓക്കെ, ഈ ഒരു കേസിൽ പവർ ഷെയർ ചെയ്യുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ തമ്മിലായിരിക്കും. ഇൻ ഡെമോക്രസീസ് പൊളിറ്റിക്കൽ പാർട്ടീസ് compete for power through election. പ്രഷർ ഓക്കെ, ഡെമോക്രസിയിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് പവറിലേക്ക് വരാൻ വേണ്ടി ഇലക്ഷനിലാണ് നിൽക്കുന്നത്. പ്രഷർ ഗ്രൂപ്പ്സ് ആൻഡ് മൂവ്മെന്റ്സ് ഓൾസോ ഇൻഫ്ലുവൻസ് ഗവൺമെന്റ് ഡിസിഷൻ ബൈ ലോബിങ് ആൻഡ് റേസിംഗ് അവയർനെസ്. ഈ പ്രഷർ ഗ്രൂപ്പ്സ് എല്ലാം ഇൻഫ്ലുവൻസും ചെയ്യും ഗവൺമെന്റിനെ ബൈ റേസിംഗ് അവയർനെസ്, സ്ട്രൈക്സ് ഇതെല്ലാം നടത്തിയൊക്കെ പ്രഷർ ഗ്രൂപ്പ്സും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദിസ് എൻഷുർ ദാറ്റ് ദ പവർ ഇസ് നോട്ട് കോൺസെൻട്രേറ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് വൺ പാർട്ടി ഓർ ഗ്രൂപ്പ്. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഒരു പവർ ഒരു ഗ്രൂപ്പ് അല്ല ഒരു പാർട്ടിയുടെ അടുത്ത് മാത്രമല്ല എന്ന്, ലൈക്ക് ഒരു പാർട്ടിയുടെ കയ്യിൽ മാത്രം കോൺസെൻട്രേറ്റഡ് ആയിരിക്കില്ല. ഇപ്പൊ എ ഒരു പാർട്ടിയാണ്, ബി വേറൊരു പാർട്ടിയാണ്. എ മര്യാദക്ക് എക്സസൈസ് ചെയ്യാനുള്ള, അപ്പൊ ഈ പവർ അപ്പൊ സിറ്റിസൺസിന് പവർ ചേഞ്ച് ചെയ്ത് ബിന് കൊടുക്കാൻ പറ്റും അടുത്ത ടെന്യൂറിൽ. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് കൊളീഷൻ ഗവൺമെന്റ്. ഓക്കെ, അപ്പൊ കൊളീഷൻ ഗവൺമെന്റിനെ പറ്റി നമ്മ അടുത്ത ചാപ്റ്ററിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. Power sharing among political parties ഉള്ളതുകൊണ്ട് എന്താ? This ensure that power is not concentrated in the hands of one party or group. Examples include coalition government formed by multiple parties where power is shared among different political ideologies. അപ്പോൾ പവർ ഡിഫറെന്റ് പൊളിറ്റിക്കൽ ഐഡിയോളജീസ് പൊളിറ്റിക്കൽ പാർട്ടീസ് തമ്മിൽ ഷെയർഡ് ആയിരിക്കും. അത് തന്നെയാണ് കോalition ഗവൺമെന്റ് എന്ന് പറയുന്നത്. ടു ഓർ മോർ പാർട്ടീസ് ഒരുമിച്ച് ഗവൺ ചെയ്യുന്നതിനെയാണ് കോalition ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ ആകെ ഇത്രയും പഠിക്കാനുള്ളൂ. നമ്മ ആദ്യം പഠിച്ച് ബെൽജിയത്തിനെ പറ്റി പഠിച്ച്, പിന്നെ ശ്രീലങ്കയെ പറ്റി പഠിച്ച്, ബെൽജിയത്തിൽ എങ്ങനെ ആൾക്കാർ ടെൻഷനായി എന്ന് പഠിച്ച്, പിന്നെ അതിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ബെൽജിയത്തിലെ ലീഡേഴ്സ് എന്താ ചെയ്തെന്ന് പഠിച്ച്, പിന്നെ ഇനിയെന്താ ശ്രീലങ്കയിൽ ഉണ്ടായ ടെൻഷൻ എന്തായിരുന്നു, അവിടുത്തെ ലീഡേഴ്സ് എന്താ ചെയ്ത്, അതൊരു ഹാപ്പി എൻഡിങ് ആണോ സാഡ് എൻഡിങ് ആണോ എന്നെല്ലാം പഠിച്ച് ഈ ചാപ്റ്റർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.